കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തുൻ ജാരിയ ഔ വലദുൻ സ്വാലിഹുൻ ഔ ഇൽമുൻ യൻതഫഉ ബിഹി ഔ ഖമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ദേവസ്യ ഫാമിൽ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പാപ്പ, ഉമ്മാമ, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് മരണപ്പെട്ടു പോയ അവരുടെ മക്കൾ, ഉപ്പാന്റെ ഉപ്പ, കുഞ്ഞിച്ച, അവരെ 5 മക്കൾ, അവരെ മക്കളാണ് നടത്തുന്ന പരിപാടികൾ. ഒന്ന് വലിയ മൂത്താന്റെ അബ്ദുൽ ഖാദർ മൂത്താന്റെ വലിയ മൂത്താൻ പക്കൂർ എന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരു അമ്മായി മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മക്കളാകുന്ന വലിയ മൂത്താന്റെ മക്കളും ചെറിയ മൂത്താന്റെ മക്കളും അമ്മായിന്റെ മക്കളും അതുപോലെ ഉപ്പാന്റെ മക്കളും കൂടി നടത്തുന്ന പരിപാടിയാണ്. അവരുടെ മക്കളും മരുമക്കളും പുള്ളികളും നടത്തുന്ന പരിപാടിയാണ് ഈ പരിപാടി. അൽഹംദുലില്ലാഹ്, മഴ വന്നോളുണ്ട്. അള്ളാഹുവിന്റെ ഖദർ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. നാം ദിക്ർ മജ്ലിസ് ഉണ്ടാക്കിയത് മഴ ഉണ്ടാവെന്ന് കരുതികൊണ്ടല്ല. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ ഇങ്ങനെയാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കും തരുമാറാകട്ടെ. ഖൈറായ മഴ എന്നുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായ കാറ്റ് എന്നുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സ്വാഗതം നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഓലമുണ്ട ഉസ്താദ് നമ്മുടെ മജ്ലിസിൽ ദിക്റിനും മൗലൂദ് പാരാൻ നേതൃത്വം നൽകി. ഉസ്താദിന്റെ ദുആയും അതുപോലെ നമ്മൾ ബൈത്തെടുക്ക മുദരിസ് ഉസ്താദ് സഫ്വാൻ ജവാരി ഉസ്താദ് സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. അതുപോലെ നമ്മളെ അനീഫ് ഉസ്താദ് വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മെ അവർ കാത്തോലിരിക്കുന്ന നൗഫൽ സഖാബ് ഉസ്താദ് ഇപ്പോൾ എത്തും. മരണപ്പെട്ടു പോയ കുടുംബക്കാരെ ഓർത്തുകൊണ്ട് അവരുടെ മക്കളും മരുമക്കളും പുള്ളികളും നടത്തുന്ന പരിപാടിയാണ് ഈ പരിപാടി. അൽഹംദുലില്ലാഹ്, കുടുംബക്കാർ തന്നെ 6,11,333 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. 70 യാസീൻ ഓതിയിട്ടുണ്ട്. 11,333 ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട്. 12 ഖതങ്ങൾ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ പേരിലാണ് ഇത്രയും പരിപാടികൾ, ഖത്മുകളും ദിക്റുകളും സ്വലാത്തുകളും യാസീനുകളും ഓതി ആദ്യം ചെയ്യുന്നത്. അള്ളാഹു നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ പരിപാടി നടത്തണമെന്ന് ഉദ്ദേശിച്ച് ഇതിന്റെ പിന്നാലെ ഇതിനു വേണ്ടി പല നമ്മളെ കുടുംബക്കാർ തന്നെ കൂടി ആലോചിച്ച് നടത്തുന്ന പരിപാടിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പലരും സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബക്കാർ, അവരുടെ പേരും അഡ്രസ്സും ഒക്കെ അള്ളാഹ്ക്ക് അറിയും. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളെ ഇന്നത്തെ പരിപാടിയിൽ വരേണ്ട 2 വ്യക്തികൾ, ഒന്ന് അമ്മായിന്റെ മകൾ മർദാല കുഞ്ഞിമ എന്നവർ ഇന്നലെ രാത്രി സുഖമില്ലാതെ അല്പം വിഷമത്തിന് അള്ളാഹു പരിപൂർണ്ണ ആഫിയത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അബോൻചന്റെ മരുമകള് ഗർഭിണിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടർമാർ പലതും പറയുന്നുണ്ട്. അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. നല്ല സുഖം പ്രശ്നമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ ഞാൻ നിർത്തുകയാണ്. സ്വാഗതം നീട്ടി പറയുന്നില്ല. ഈ പരിപാടിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ പോസ്റ്റർ മുഖേനയും പ്രചാരണം അതുപോലെ തന്നെ പണവും നൽകി മറ്റുള്ള നല്ല നിലക്ക് നമ്മളെ കുടുംബക്കാർ തന്നെ പലരും ഇതിനെ സഹായിച്ചിട്ടുള്ളവർക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മളെ കുടുംബക്കാർ പല നാട്ടിലുമുണ്ട്, ഗൾഫിലുമുണ്ട്, ബാംഗ്ലൂരിലും ബൊംബായിലുള്ള പലരുമുണ്ട്. അവർക്ക് കാണാൻ വേണ്ടിയാണ് ലൈവ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഓലമണ്ട ഉസ്താദ്, നമുക്ക് അറിയാം ഉസ്താദിന്റെ കാല് വേദനയാണ്. ഞങ്ങൾ ഉസ്താദ് വിളിച്ച് പറഞ്ഞപ്പോൾ
18-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ച പരിപാടി ആയിരുന്നു. പക്ഷെ ഉസ്താദ് പറഞ്ഞു ഞാൻ അജ്മീർ പോകുന്നെന്ന്. അതിന് മാറ്റി വെച്ചു, ഇന്ന് വെച്ചു. അൽഹംദുലില്ലാഹ് ഉസ്താദ് എത്തിയിട്ടുണ്ട്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമം അല്ലാഹ് തീർത്തു കൊടുത്തുമാറാകട്ടെ. ആഫിയത്ത് അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് ഇതുപോലെ നേതൃത്വം നൽകാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈത്തടക്ക ഉസ്താദ്, സഫ്വാൻ ജവാർ ഉസ്താദ് മുദരിസാണ്, നമുക്കറിയാം. ഞാൻ വിളിച്ചപ്പോൾ ഉസ്താദ് നാട്ടിലായിരുന്നു. മരിച്ച പള്ളികളെ സഹസഭ കൊണ്ടുവന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഫാമിലി കടന്ന് നടത്തുന്ന പരിപാടി അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എത്തും. ഞാൻ എപ്പോൾ എത്തണോ, ഞാൻ എപ്പോൾ എത്തണമെന്ന് ഉസ്താദ് ഞാൻ വിളിക്കും പറഞ്ഞു. ഉസ്താദ് ഞാൻ വിളിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മരിച്ചവരെ കുറിച്ച് പറയുന്ന സദസ്സുകളും നമ്മളെ മറ്റുള്ള പരിപാടികൾ അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളെ ഇവിടുത്തെ ഇമാം അസ്റഫ് അനീബി ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാടിക്ക് വേണ്ടി ഇന്നലെയും സലാത്ത് ഒരുപാട് വരന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. പിന്നെ ഞങ്ങളുടെ സദസ്സിൽ ഉപ്പ ഉണ്ട്, പുത്തുച്ച. ഈ പരിപാടി വരുന്ന പലരും സീറിന് കെട്ടായിക്കൊണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ മീച്ച അബ്ബാസ് എല്ലാവരും അവിടെയാണ് ഒരു സീറിന് കെട്ടായിക്കൊണ്ട് അവർക്കൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. ഇന്നലെ മുഞ്ഞാന്ന് ഇതിനു വേണ്ടി അധ്വാനിച്ചവരാണ്, അവർക്കൊക്കെ ആഫിയത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റും അല്ലാഹ് മാഫ് നൽകുമാറാകട്ടെ. കാരണം മരിച്ച ഓർത്തു നടത്തുന്ന പരിപാടിയാണ്. റസൂൽ പറഞ്ഞു ഒരാൾ മരിച്ചാൽ അവൻ എല്ലാ അമലും മുറിഞ്ഞു. പക്ഷെ 3 കാര്യമൊഴികെ, ഒന്ന് സ്വാലിഹായ മക്കൾ, മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന പരിപാടികൾ, നമ്മളെ കുടുംബക്കാർ, നമ്മളെ ഉപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ പെങ്ങൾ ആങ്ങൾ പലരും കബറിലുണ്ട്. അല്ലാഹുവേ അവരെ കബറൊക്കെ വിശാല നൽകു റഹ്മാനെ, സ്വർഗീയ കബറാക്ക് റഹ്മാനെ. ഞങ്ങൾ നടത്ത ചെറിയ ഈ പരിപാടി നീ സ്വീകരിക്കും റഹ്മാനെ. ഉസ്താദ് പറഞ്ഞു ഇത്രയും വലിയ പന്തലുണ്ടാക്കി സദസ് ഉണ്ടാക്കിയിട്ട് ഉസ്താദ് വെച്ച് ഇത്രയും ചെലവിന് ഉസ്താദ് ഇത്ര ചെലവിന് കാണാൻ മരിച്ചവരെ ഓർക്കല് നമ്മൾ തെറ്റ് പൊറുക്കാനും അവർക്ക് ദർജ കൂടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ നമ്മളെ ദഫുവിൻ്റെ അബൂർ കാക്ക ബൈത്തുറക്കി ജമാഅത്ത് വൈസ് പ്രസിഡന്റാണ്, സദസ്സിലുണ്ട്. അല്ലാഹു അവരൊക്കെ ഖൈർ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാനും നിങ്ങളുടെ മുമ്പിൽ നിർത്താനും ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കിതാബ് തന്നത് കാക്കയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ബൈത്തുറക്ക വരുന്ന ദർസ് വിദ്യാർത്ഥികൾക്കും മുതാലിമീങ്ങൾക്കും ഒരുപാട് കിതാബ് കൊടുത്ത വ്യക്തി അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമം തീർത്തു കൊടുക്കുമാറാകട്ടെ. കാരണം ഇത്രയും പ്രസംഗിക്കാനും ഇത്രയും നിൽക്കാനുമുള്ള അന്ന് തന്ന കിതാബ് ഓതിട്ടുണ്ടെങ്കിലും അത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഓതാൻ അറിയുന്നില്ലെങ്കിൽ നോക്കിയിട്ടുണ്ട് ഉസ്താദ് മുമ്പിൽ. അപ്പം അത് കാക്കയാണ്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളെ പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി അവരുടെ ബാക്കി തന്നെ 1.35 കിട്ടുള്ള അരി പെണ്ണുങ്ങൾ തന്നെ ഗ്രൂപ്പാക്കിയിട്ട് 1.35 കിട്ടുള്ള അരി ഇതിന് വേണ്ടി തന്നിട്ടുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ, ഞങ്ങൾ ഫാമിലിക്കാർ തന്നെ, ഭർത്താരല്ല. ഇതിന് വേണ്ടി സഹായിച്ച നമ്മളെ ആൾക്കാർ തന്നെ, ഭർത്താരല്ല ഉസ്താദ്, നമ്മളെ ഫാമിലിക്കാർ തന്നെ. അല്ലാഹു ഉസ്താദ് ദ്വാരക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമുക്ക് വേണ്ടി ദ്വാരം തരും. അതുപോലെ ബൈത്തർ ഉസ്താദ് നമ്മളോട് സംസാരിക്കും. ഇൻഷാ നിർത്തി. നമ്മളെ ലൈവിൻ്റെ ഉസ്താദ് ബസീർ മദൻ ഉസ്താദ് ഉണ്ട്. നമ്മളെ ലൈറ്റിംഗ് ജനപ്രിയ സന്തു അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങളെ അപ്പുറത്തുണ്ട്, അവർക്കൊക്കെ അത് ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.